സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മഞ്ചേശ്വരത്തെ KM അഷ്റഫ്, കാസർഗോഡ് കല്ലട്ര മായിൻ ഹാജി, കാസർഗോഡ് എതിർപ്പിനെ തുടർന്ന് ഇതാ KM ഷാജി വേങ്ങരയിലേക്ക് എത്തുന്നു. അരീക്കോട് കരീം ചേലേരി, കൂത്തുപറമ്പിൽ ജയന്തി രാജൻ, കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള, പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ, തിരുവമ്പാടിയിൽ കാസിം കൂടരഞ്ഞി, കൊടുവള്ളിയിൽ PK ഫിറോസ്, കുന്നമംഗലത്ത് റസാഖ് മാസ്റ്റർ, കോഴിക്കോട് സൗത്തിൽ MK മുനീർ ഇല്ല. ഇത്തവണ മത്സരത്തിന് അനാരോഗ്യം പരിഗണിച്ചുകൊണ്ട് MK മുനീറിനെ മാറ്റി അവിടെ യുവമുഖമായ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിനെ കളത്തിലിറക്കിയാണ്. വള്ളിക്കുന്ന് TV ഇബ്രാഹിം, കൊണ്ടോട്ടിയിൽ TP അഷ്റഫ് അലി, മഞ്ചേശ്വരി അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, ഏറനാട് PK ബഷീർ തന്നെ. മലപ്പുറത്തേക്ക് മാറുന്നു PK കുഞ്ഞാലിക്കുട്ടി. നേരത്തെ തന്നെ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തതാണ്. മലപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടി, മങ്കടയിൽ മഞ്ഞളാംകുഴി അലി തന്നെ, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, വേങ്ങരയിൽ KM ഷാജി എത്തുന്നു, കോട്ടയ്ക്കലിൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിൽ കുറുക്കോളി മൊയ്തീൻ, താനൂരിൽ PK നവാസ്, തിരൂരങ്ങാടിയിൽ PMA സമീർ, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ തന്നെ, ഗുരുവായൂരിൽ CH റഷീദ്, കളമശ്ശേരിയിൽ അഡ്വക്കേറ്റ് VE അബ്ദുൽ ഗഫൂറിനെ എത്തിക്കുന്നു. പുനലൂരോ ചടയമംഗലോ ഇതിലൊരു സീറ്റ് കൂടി ഉണ്ടാകും. മുസ്ലിം ലീഗിനൊപ്പം ചേലക്കരയിലും ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീടായിരിക്കും. യുവാക്കൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. ഒപ്പം വനിതകളായി ഫാത്തിമ തെഹ്ലിയ എത്തുന്നു, ഒപ്പം ജയന്തി രാജനും എത്തുന്നു. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, നമ്മൾ പറഞ്ഞതുപോലുള്ള ഒരു പട്ടിക തന്നെയാണ്. MK മുനീറിന് മത്സരരംഗത്തേക്കില്ല. MK മുനീറിനെ അനുനയിപ്പിച്ചിരിക്കുന്നു. MK മുനീറിന് സീറ്റില്ല, പകരം ഫൈസൽ ബാബു എത്തുകയാണ്. ഒപ്പം കൊണ്ടോട്ടിയിൽ ഒരു മാറ്റമുണ്ട്. കൊണ്ടോട്ടിയിൽ എത്തുന്നത് TP അഷ്റഫ് അലിയാണ് അല്ലേ? തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങളുണ്ട്. എന്നാൽ തലമുതിർന്ന ആളുകൾക്ക് അക്കോമഡേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ മാറ്റങ്ങളിൽ യുവാക്കളുടെയും വനിതകളുടെയും 2 വനിതകൾ, സാധാരണ ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു വനിത എന്നുള്ളതാണ് കഴിഞ്ഞ തവണ കൊടുത്ത നൂർബിന റഷീദായിരുന്നു. ഇത്തവണ 2 വനിതകൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഉറച്ച സീറ്റിലല്ല എങ്കിൽ കൂടി പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ, പേരാമ്പ്ര സ്വാഭാവികമായിട്ടും ഇത്തവണ വലിയ മാറ്റങ്ങൾ UDF പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഫാത്തിമ തെഹലിയ വരുന്നു. കൂത്തുപറമ്പിൽ ജയന്തി രാജൻ വരുന്നു. 2 വനിതകൾക്ക് അക്കോമഡേഷൻ കൊടുക്കുന്നു. ഒപ്പം യുവാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന മഞ്ചേശ്വരത്തെ MK അഷ്റഫിനും അതുപോലെ പെരിന്തൽമണ്ണയിലെ നജീബ് കാന്തപുരത്തിനും പുറമെ ഫൈസൽ ബാബു കോഴിക്കോട് സൗത്തിലേക്ക് വരുന്നു. അവിടെ MK മുനീർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം CH മുഹമ്മദ് കോയയുടെ മകനാണ്. CHന്റെ മകൻ എന്ന ബ്രാൻഡ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ബ്രാൻഡിംഗ് എന്ന രീതിയിൽ ലീഗിനെ സംബന്ധിച്ച് ഒരു ഫേസ് ആയിട്ടുള്ള MK മുനീറിനെ ഇത്തവണ മാറ്റി നിർത്തുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടി തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ മാറ്റി നിർത്തൽ. പക്ഷേ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. നമുക്ക് പാണക്കാട്ടെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകണം. മലപ്പുറത്തെ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകണം. VS രഞ്ജിത്ത്, വലിയ ചില മാറ്റങ്ങളുമായി ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രവർത്തകരുടെ ആവേശം നമ്മൾ കാണുകയാണ്. പല യുവാക്കൾക്കും അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. 2 വനിതകളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വേങ്ങരയും മലപ്പുറവും അതാ മാറ്റങ്ങളുമായി എത്തുകയാണ്. വേങ്ങരയിൽ KM ഷാജി എത്തുന്നു. മലപ്പുറത്തേക്ക് മാറുന്നു PK കുഞ്ഞാലിക്കുട്ടി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തീർച്ചയായും വിനീത, വലിയ മാറ്റങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 2 വനിതകളെ ഉൾപ്പെടെ 27 സീറ്റുകളിലേക്ക്, അതിൽ 25 സീറ്റുകളിലേക്കാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ KM അഷ്റഫ് തന്നെയാണ്. ആ പേര് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു കേൾക്കുന്നതാണ്. അവിടെ ശിരൂർ ദൗത്യം മുതൽ ഏറ്റവും ഒടുവിൽ ടോൾ പ്ലാസ സമരത്തിൽ വരെ സജീവ സാന്നിധ്യമായിട്ടുണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ യുവമുഖം കൂടിയായിട്ടുള്ള KM അഷ്റഫിലേക്ക് എത്തിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ ലീഗിന്റെ സീറ്റായിട്ടുള്ള കാസർഗോഡ് കല്ലട്ര മായിൻ ഹാജിയാണ് അവിടെ ലീഗിന്റെ ജില്ലാ നേതാവ് കൂടിയാണ് അദ്ദേഹം. ആദ്യഘട്ടത്തിൽ KM ഷാജിയെ കാസർഗോഡ് പരിഗണിച്ചിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ കല്ലട്ര മായിൻ ഹാജി എന്ന പേരിലേക്കാണ് എത്തിയിരിക്കുന്നത്. അഴീക്കോടിനെ സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റായുള്ള കരീം ചേലേരിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നേരത്തെ KM ഷാജി മത്സരിച്ചിരുന്ന മണ്ഡലമാണ് അഴീക്കോട്. അവിടെ ഒരു പക്ഷേ വനിതാ സ്ഥാനാർത്ഥികളെ പരിഗണിക്കാനുള്ള സാധ്യത ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ കരീം ചേലേരി എന്ന പേരിലേക്ക് തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. കൂത്തുപറമ്പിൽ നേരത്തെ നമ്മൾ ഉൾപ്പെടെ പുറത്തുവിട്ടതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരു ദളിത് മുഖം, വനിതാ മുഖം കൂടിയായിട്ടുള്ള ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ജയന്തി രാജനെയാണ് കൂത്തുപറമ്പിൽ
പറമ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. കുറ്റ്യാടിയെ സംബന്ധിച്ച് മുൻ MLA കൂടിയായിട്ടുള്ള പാറക്കൽ അബ്ദുള്ള, ഷാഫി പറമ്പിൽ പോലെയുള്ള ജനപ്രതിനിധികളോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന പാറക്കൽ അബ്ദുള്ളയെ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ കുന്നമംഗലത്ത് പരിഗണിച്ചിരുന്ന ഫാത്തിമ തെഹ്ലിയെ പേരാമ്പ്രയിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2 വനിതാ സ്ഥാനാർത്ഥികൾ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നു. കുത്തുപറമ്പിൽ ജയന്തി രാജൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹ്ലിയ, കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവമ്പാടിയിൽ കാസിം കൂടരഞ്ഞി ആദ്യഘട്ടത്തിൽ സീറ്റ് കോൺഗ്രസുമായിട്ട് വെച്ചുമാറുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ടായിരുന്നു, ചർച്ചകളുണ്ടായിരുന്നു. ഇന്നലെ ഉൾപ്പെടെ ഒരുപക്ഷെ തവനൂർ സീറ്റ് കോൺഗ്രസിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് തിരുവമ്പാടി വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ആ അനിശ്ചിതത്വങ്ങളൊക്കെ തന്നെ മാറി കാസിം കൂടരഞ്ഞെ തന്നെ മുസ്ലിം ലീഗ് അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. PK ഫിറോസിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൊടുവള്ളിയിലേക്കാണ് PK ഫിറോസിനെ ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ താനൂരിൽ മത്സരിച്ച് ഏകദേശം 1000-നടുത്ത് വോട്ട് മന്ത്രി V അബ്ദുറഹിമാനോട് പരാജയപ്പെട്ട PK ഫിറോസിന് ഇത്തവണ കൊടുവള്ളി നിയോജക മണ്ഡലം, നേരത്തെ MK മുനീർ മത്സരിച്ച കൊടുവള്ളി നിയോജക മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ദൗത്യം തന്നെ PK ഫിറോസിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കുന്നമംഗലത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായുള്ള റസാഖ് ബാസറയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി പല മണ്ഡലങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ തന്നെ പല മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പരിഗണനാ ലിസ്റ്റിലുണ്ടായിരുന്ന റസാഖ് ബാസറ ഏറ്റവും ഒടുവിൽ കുന്നമംഗലത്ത് പരിഗണിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രനായിരുന്നു മുസ്ലിം ലീഗ് അവിടെ പരീക്ഷിച്ചിരുന്നത്. ഇത്തവണ ഫാത്തിമ തെഹ്ലിയുടെ പേരുൾപ്പെടെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ PK ഫിറോസ്, PK നവാസ്, PK ബഷീർ 4 PK മാർ എത്തുന്നു എന്ന് നമ്മുടെ റഹീസ് റഷീദ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. തീർച്ചയായും വിനീത 4 PK ഇനിഷ്യലുള്ള നേതാക്കൾ എത്തുന്നു എന്നൊരു കൗതുകം കൂടി നിലനിൽക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് നേരത്തെ തന്നെ ഇളവ് ലഭിക്കുമെന്നുള്ളത് പറഞ്ഞതായിരുന്നു. അദ്ദേഹം വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലാ മുനിസിപ്പൽ ചെയർമാനായിട്ട് ഔദ്യോഗിക രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹം